ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ മുറ്റത്തെ ചീരയൊക്കെ നിൽക്കുന്ന ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ ഇന്നും രാവിലെ ഞാൻ തന്നെയാണ് കേട്ടോ അടുക്കളയിൽ കയറിയിരിക്കുന്നത്. അവൾ ഇനി കുളിച്ചേച്ചൊക്കെ വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാകും. അന്നേരത്തേക്ക് കണ്ണം പോകാൻ പറയുമ്പോഴത്തേക്ക് ഒന്നും കഴിച്ചുകൊണ്ട് പോക്ക് കിടക്കുകയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അടുക്കളയിൽ കയറി രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സവോളയൊക്കെ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് എല്ലാം സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളെപ്പോഴും വെക്കുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരുപാട് ഇതായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് ഇതായിട്ട് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ മുട്ടയൊക്കെ കറി വെച്ച് ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ കണ്ണനെ ഇപ്പോൾ രാവിലെ വിടാനുള്ളതെല്ലാം സെറ്റാകും. പിന്നെ അത് കഴിഞ്ഞ് അച്ചു കുളിയെല്ലാം കഴിഞ്ഞൊന്ന് പിന്നെ ബാക്കി അവളും കൂടി അങ്ങ് സഹായിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവുകയാണ്. ഇനി അത് കഴിക്കാനും കൊടുത്തുവിടാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇന്ന് ഞാൻ തീയിൽ പൊള്ളിച്ചെടുക്കുന്ന ചപ്പാത്തിയൊക്കെയാണ്. അപ്പം കണ്ണിന് കൊണ്ടാനും കഴിക്കാനുള്ള മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പൊള്ളിച്ചൊക്കെ എടുക്കുവാണ്. അതെല്ലാം എടുത്തു കഴിഞ്ഞ് കണ്ണനിനി കഴിക്കാനൊക്കെ കൊടുത്ത് അവനെ വിടുന്നതിൻ്റെ തിരക്കിലാണ്. വേണ്ട ഇപ്പം മുടി പുറകോട്ട് ചീപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇല്ലടാ നിനക്കും തോന്നുന്നില്ലേ? നീ എൻ്റെ മുഖത്ത് വെക്കാത്ത എനിക്കിങ്ങനെ മുടി ചെയ്യുന്നതാണ് നല്ലത്. ചപ്പാത്തി വേണോ ഇനി? എടാ ചപ്പാത്തി വേണോന്ന്. പൈപ്പിൽ വെള്ളമില്ലെന്ന് പറയുന്നു. എന്നാൽ ഇപ്പം നിന്നത് ടാങ്ക് നിറഞ്ഞിടക്കാം. ഇന്നലെ അച്ഛൻ മേളത്തെ ടാങ്ക് നിറച്ചായിരുന്നു. ഞാനാണെ ആ ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം. അവലെ കണ്ടോ ഒരു പാവയ്ക്ക പഴുത്ത് കിടക്കുന്നേ, അതങ്ങ് പറിച്ച് കളയാവോ? അതുപോലെ കണ്ട് ആ ഇതും ഒന്ന് നേരെയാക്കി വെക്കണേ വച്ചട്ടാ. അതുകൊണ്ട് അവിടെ ഒരു കോവൽ അല്ല ഏത് പാത്രം? എന്തി അത് അതിനകത്തിട്ടല്ല കളയാനുള്ളല്ലോ. അത് മതിലല്ലേ ഇപ്പുറത്ത് വെച്ചാൽ മതിൽ വെച്ചാൽ കാക്ക ചവിട്ടി താഴെ കളയും. ഇങ്ങനെ സ്ലാവിലോട്ട് നീക്കി വെച്ചേര്. അവിടെ വെച്ചേര്. ആ തക്കാളിയും കൂടെ ഒന്ന് നേരെയാക്കി വെക്കണേ പോച്ചട്ടാ. തക്കാളി ചെരിഞ്ഞ് അങ്ങ് പോയ കമ്പ ഒന്ന് കെട്ടി സെറ്റാക്കി വെക്കണം. എന്നാ ബുദ്ധിമുട്ടാണെന്നറിയാം ഈ പെരക്കകത്തുള്ള ഇരിപ്പ്. കയ്യെ തീ പിടിക്കല്ലേ. വേണ്ട അവിടെ ഒരു കയർ കിടപ്പുണ്ട്. തക്കാളിയുടെ തൈ പടർന്ന് കിടക്കുന്ന കേട്ടോ. അതിൻ്റെ കമ്പ് കുത്തി വെച്ചേക്കുന്നുണ്ട്. ഇതല്ല അങ്ങ് അത് കമ്പയിൽ അല്ല കമ്പേ കയറ് കെട്ടിച്ച് ആ മേളത്തെ നെറ്റിലോട്ടങ്ങ് കെട്ടെങ്കിൽ അത് നേരെ അങ്ങ് നിന്നോളൂ. പിള്ളേരൊക്കെ രാവിലെ പോയി. എല്ലാവരും സ്കൂളിൽ പോയി. കണ്ണൻ 7:30 പോയി. അച്ചു 9 മണിയായപ്പം പോയി. ചേട്ടൻ പിന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് അച്ഛനെ കൊണ്ട് വിട്ടേച്ച് വന്നായിരുന്നു. വന്നേച്ച് പിന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയി. അപ്പം ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ഇനി കറി എന്നതിലും വെക്കാൻ വേണ്ടി ഒന്ന് അടുക്കളയിലോട്ട് കയറി തന്നെ. വേദന കുറവുണ്ട് കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്. പിന്നെ വെച്ചാൽ ഒത്തിരി നേരം നിന്ന് ഞാൻ ജോലി ചെയ്യുന്നില്ല. കുറച്ച് നേരം ചെയ്തേച്ച് പിന്നെ ഞാൻ പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ണൻ രാവിലെ പോകാൻ നേരം അച്ചു വന്നേരം എണീറ്റാൽ കണ്ണൻ പോകാറാകുമ്പോഴത്തേക്ക് ഫുഡ് റെഡി ആകത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എണീറ്റു. അപ്പം ഞാൻ എണീറ്റ് ഞാൻ കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കി കൊടുത്തു. പിന്നെ എന്നായിരുന്നു പ്രധാനമായിട്ടും എനിക്കൊരു കാര്യമുള്ള ഒരു കമൻറ്റിൻ്റെ കാര്യമാണ്. ഒരു 2-3 ദിവസം മുന്നേ ഇട്ട ഒരു വീഡിയോയുടെ എന്തെന്ന് ഞാൻ രാവിലെ തുടങ്ങുന്ന ജോലി മൂവന്തി ആകുമ്പോഴത്തേക്ക് മൂവന്തി വഴിയെന്നോ അങ്ങനെ പറഞ്ഞൊരു തമ്മനയിലിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ 5 മണി തൊട്ട് അങ്ങനെ എന്നൊരു കമൻറ്റ് തമ്മനെ ശരിക്കും ഓർക്കുന്നില്ല. അങ്ങനെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. ഞാൻ വീട്ടിലെ ജോലിയുടെ എൻ്റെ കാലൊക്കെ വയ്യാതാകുന്നതിന് മുന്നേ. ഇപ്പം ഇന്നലെ ഒരാൾ ആ വീഡിയോ ഉണ്ട് അതിന് കമൻറ്റ് ഇട്ട്. അതും സ്വന്തമായിട്ട് ചാനലുള്ള ഒരാളാണ്. നമ്മൾ ഈ ചാനലൊക്കെ ഉള്ളവർ തന്നെ ഈ മറ്റുള്ളവരുടെ അടുത്ത് നെഗറ്റീവ് കമൻറ്റ് അടിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡയലോഗും കൂടെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കേണ്ടെന്ന് അത്രയും പറഞ്ഞു വെച്ച് ബാക്കി കൊണ്ട് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാൻ നെഗറ്റീവ് ആവാന്ന് വിചാരിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അത്രയും പറഞ്ഞ് അങ്ങ് മാഞ്ഞു പോകും. പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന മൊത്തം ഒരു പെണ്ണിനും ഒരു വീട്ടിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ജോലി എന്നാ. പുള്ളിക്കാരിക്ക് ഇല്ലായിരിക്കും, പക്ഷെങ്കിൽ ഈ എന്നേക്കാൾ കഷ്ടപ്പെടുന്ന ഒത്തിരി പെണ്ണുങ്ങളുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, പിന്നെ വീട്ടിലെ ജോലി, ആട്, പശു, കോഴി, അങ്ങനെയുള്ള എന്നെല്ലാം കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ അവർക്കൊക്കെ ഇരിക്കാൻ ഒരു സമയം കിട്ടത്തില്ല. വൈകുന്നേരമാണ് അവർക്കൊക്കെ ഇരിക്കേണ്ടത്. പുള്ളിക്കാരി ജോലിയൊക്കെ ഉള്ളതാണ്.
ഞാൻ ഒരിക്കലും ജോലിക്ക് പോകുന്നവരെ കുറ്റം പറഞ്ഞിട്ടില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ജോലിക്ക് പോകുന്നവരുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അവർ ഓടി നടന്നാണ് ജോലി ചെയ്യുന്നത്. കാര്യം അല്ലാതെ ഞാൻ അത് അവരൊരിക്കലും നെഗറ്റീവ് അടിച്ച് ഞാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഏത് വീഡിയോ ആണോ ഞാൻ കാണുന്നതാണ് ചാനൽ നമ്മുടെ ശ്രേയ എന്തോന്ന് വീഡിയോയുടെ ചാനലിൻ്റെ പേര് വിട്ടുപോയി. പുള്ളിക്കാരി അതിനകത്ത് ജോലിക്ക് പോകുന്നതാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞായറാഴ്ച ദിവസത്തെ അതിൻ്റെ വീഡിയോ കാണണം. ആ വീട്ടിൽ എന്തെല്ലാം ജോലിയാണെന്നറിയാം. അതിന് തുടയ്ക്കല്, തൂക്കല്, വാരല് എല്ലാം. അവർ അപ്പനും മോളും പിന്നെ ഹസ്ബൻഡും കുഞ്ഞും ഉള്ളു. അവർ ആ വീട്ടിൽ ചെയ്യുന്ന ജോലി അവർ ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളെല്ലാം ചെറിയ വീഡിയോസാണ്. ഞായറാഴ്ച ദിവസം ഉള്ളൊരു ഇച്ചിരി ഇതായിട്ട് ചെയ്യുന്നത്. ആ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ജോലിക്ക് പോകുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഞായറാഴ്ച നല്ല ജോലിയാണെന്ന് എനിക്കറിയാം. അത് പുള്ളിക്കാരി അങ്ങനെ വലിയ വാചകമൊന്നും അടിക്കണ്ട. എന്നോട് പറഞ്ഞു 5 മണിക്ക് എണീക്കുന്ന എൻ്റെ ജോലി 6:30 ആകുമ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കറിയും എല്ലാം റെഡി ആവുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി എത്രയും കറി ഉണ്ടാക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു കറി എങ്ങനെ മതിയായിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ രാവിലെ ചിലപ്പോൾ 2 ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കേണ്ടി വരും. എൻ്റെ മോള് ഈ അരിയാഹാരം ഒന്നും അങ്ങനെയുള്ള അങ്ങനെ വലിയായിട്ട് കഴിക്കുക. അവർക്ക് ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം. മോന് ഇഡ്ഡലി, ദോശ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവന് കൂടുതൽ ഇഷ്ടം. അതുപോലെ കറികളാണെങ്കിലും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം തേങ്ങ അരച്ച കറി വെക്കാൻ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ മീനൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ 12 മണി, 12:30, 1:30 വരെ മീൻ ചിലപ്പോൾ മേടിച്ചുകൊണ്ട് വരാണ്ട്. കാര്യം അന്നേരം ആയിരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് വെട്ടിയായിരിക്കും കൊണ്ടുവരുന്നത്. എനിക്ക് വയ്യാതൊക്കെ ഇരിക്കുവാണെങ്കിൽ വെട്ടി കൊണ്ടുവരും. അല്ലാതെ ഈ 1:30 അവിടെ നിന്ന് പിന്നെയും വെട്ടി താമസിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ പോരത്തേ ഉള്ളൂ. കാര്യം ഒത്തിരി പേര് മീൻ വെട്ടാനായിട്ട് അവിടെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഏറ്റവും ബാക്കിലായിരിക്കും നമ്മളിത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരെല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അത് വെട്ടി ആ 1:30 ചിലപ്പോൾ മീൻ വെട്ടി കറി വെക്കാനായിട്ട് തുടങ്ങുന്നത്. അതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉണ്ണാറാകുമ്പോഴത്തേക്ക് 2 മണിയാവുമായിരിക്കും. ആ മീനെല്ലാം വെട്ടി അത് ചിലപ്പോൾ കറി വെക്കാനും വറക്കാനും ഒക്കെ കാണും. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന അങ്ങോട്ട് അതിന് ചോദിക്കും, ഈ 1:30 കൊണ്ടുവരുന്ന മീന് 2 മണിക്കാണോ എടുക്കുന്നതെന്ന് ചോദിക്കും. എത്രയുള്ളൊരു മീൻ വെട്ടി അതിലൊരു ഒരു അരപ്പ് പുരട്ടി അതിലൊന്നും പിടിക്കാതെ വറക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് നമുക്ക് ഏകലും നമ്മുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. അതിലൊന്ന് പിടിച്ചാലല്ലേ അത് വറുത്ത രുചി കിട്ടുള്ളൂ. പിന്നെ പുള്ളിക്കാർ പറഞ്ഞു നിരങ്ങി പണി ചെയ്യുന്നോണ്ടായിരിക്കും, നിരങ്ങി പണി ചെയ്യുന്നോണ്ടായിരിക്കും എന്ന്. പക്ഷെങ്കിൽ എനിക്കറിയാൻ മേല. ഞങ്ങളുടെ വീട്ടിലൊന്നും ഞങ്ങളാരും നിരങ്ങിയല്ല പണി ചെയ്യുന്നത്. നല്ല ഇതായിട്ട് തന്നെയാണ് ജോലി. പിന്നെ ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് അവരെ വിലയിരുത്താൻ വരരുത് കേട്ടോ. എൻ്റെ കാര്യം തന്നെയല്ല, ആരുടെയാണല്ലോ. ഇപ്പം ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം വെച്ചാൽ ഒരു ചാനൽ ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനൊരു റിപ്ലൈ കൊടുക്കാൻ ഞാൻ പോകത്തില്ലായിരുന്നു. അവർക്ക് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെയോ വീഡിയോ ചെയ്യുന്നതിൻ്റെയോ ഒന്നും ബുദ്ധിമുട്ട് അവർക്ക് അറിയത്തില്ലെന്ന് വെക്കാം. പക്ഷേങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന ഒരാൾ തന്നെ ഇത്രയും ഡയലോഗ്, പിന്നെ ഈ ആണുങ്ങൾ ചോദിക്കുന്ന പോലെ ഇരിക്കുന്നു, വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്നതാ പണിയെന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കുന്നു. ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ കാര്യത്തിൽ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നോക്കുന്ന എല്ലാം ജോലിയാണ്. ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോകുന്നതിനേക്കാൾ കഷ്ടപ്പെടണം. അതുപോലെ ജോലിയുണ്ട് ഒരു വീട്ടിൽ. എല്ലാം തൂക്കലും വാരലും വൃത്തിയൊക്കെ നോക്കുന്ന എല്ലാം ജോലിയാണ്. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിക്ക് പച്ചക്കറി കൃഷി മാത്രമല്ല ബാക്കി എല്ലാ പണിച്ചത് എനിക്കറിയാമല്ല. പുള്ളിക്കാരി അല്ല 5 മണിക്ക് എണീറ്റ് പുള്ളിക്കാരി വല്ല സൂപ്പർമാനോ വല്ല ആയിരിക്കും. കാര്യം 6:30 ആകുമ്പോഴത്തേക്ക് പെരയ്ക്കാവും തൂത്ത് തുടച്ച് പാത്രവും കഴുകി ചോറും കറിയും വെച്ച് പുള്ളിക്കാരി 6:30 ആകുമ്പോഴത്തേക്ക് പണിയെല്ലാം തീർക്കാനായിട്ട്. എനിക്കറിയത്തില്ല, ഞങ്ങളൊക്കെ മനുഷ്യരായിട്ടുള്ളവരാ, ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. ചിലപ്പം വൈകുന്നേരം പിന്നെ പാതിരാത്രി വരെ ഒന്നും പണി ചെയ്യുന്നതായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലെ പണി തരും. പിന്നെ വൈകിട്ട് വല്ല മീനോ അല്ലെങ്കിൽ വൈകിട്ടത്തേക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അടുക്കള കയറേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ വൈകിട്ടത്തേക്ക് ഇവിടെ മീനാണെങ്കിൽ എല്ലാ ദിവസവും വറക്കാനായിട്ട് വൈകിട്ട് അന്നേരം ഞങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി നമുക്ക് പറയുന്നതിന് എന്തെങ്കിലും ഒരു കാരണം നോക്കി നെഗറ്റീവ് പറ. അല്ലാതെ ഞാൻ എന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പയറ് തോരൻ വെക്കുന്നതിന് ഭയങ്കരമായിട്ട് വെള്ളം ഒഴിച്ചു. അത് എനിക്ക് തന്നെ തോന്നിയായിരുന്നു വെള്ളം കൂടിപ്പോയെന്നുള്ളത്. പിന്നെ അതിനകത്ത് എണ്ണയും കടുവും ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ പിന്നെ മാറ്റിയില്ലായിരുന്നു. അന്ന് എന്നോട് ജയചേച്ചി പറഞ്ഞായിരുന്നു, പിന്നെ ഒത്തിരി പേര് എന്നോട് പറഞ്ഞായിരുന്നു പയറിന് എത്ര വെള്ളം ചേർക്കുമോ എന്ന് വെച്ച്. ചാനലുള്ളവരും ഇല്ലാത്തവരും എല്ലാം പറഞ്ഞു. അവരോടെല്ലാം ഞാൻ സോറി പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ തെറ്റൊക്കെ ചൂണ്ടിക്കാണിച്ച് നമുക്കത് മനസ്സിലാകും. പക്ഷെ ഇങ്ങനെ പറയരുത് കേട്ടോ. ഒരു ചെറിയ വിഷമം തോന്നി. കാര്യം പുള്ളിക്കാരി ആ പറഞ്ഞ വർത്തമാനം വെളുപ്പിന് എണീറ്റ് ജോലി ചെയ്ത് നിരങ്ങി ചെയ്യുന്നതുകൊണ്ടാണ് എന്നുള്ള പ്രശ്നം പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കമൻറ്റ് തന്നത്. അതല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് പറയാം നമ്മൾ ഇച്ചിരി സ്പീഡ് ചെയ്താൽ നമുക്ക് ജോലി തീരും, അങ്ങനെ എന്തെങ്കിലും പറയാൻ നമുക്ക് മനസ്സിലാവും. നിരങ്ങി ചെയ്യും. പുള്ളിക്കാരി എൻ്റെ വീട്ടിൽ വന്നിരിപ്പുണ്ടോ ഞാൻ നിരങ്ങി ചെയ്യുന്നത് കാണാനായിട്ട്? ഒരു മര്യാദ വേണം പറയുന്നതിനൊക്കെ. പുള്ളിക്കാരുടെ വീഡിയോ ഞാൻ കണ്ടു, ചാനലിനകത്ത് കയറി പുള്ളിക്കാരി എന്താണ് വീഡിയോ ഇടുന്നതെന്ന് ഞാൻ കണ്ടു. പക്ഷെ ഇപ്പോൾ ഒരു വർഷമായിക്കൊണ്ട് പുള്ളിക്കാരി വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി അത്ര ഇതായിട്ട് പറഞ്ഞത്. പിന്നെ പറയുന്നവരോട് കിടന്ന് പറയും. ഒരു വീഡിയോ എടുത്ത് വീട്ടിലെ പണിയും കൂടെ ചെയ്യുമ്പോൾ എത്രമാത്രം സമയം പോകുന്നുള്ളത് നമുക്ക് ചെയ്യുന്നവർക്കറിയാം. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ മാറ്റി വെച്ചും പിന്നെ ഞങ്ങളൊക്കെ 2 വർഷമായെന്ന് പറഞ്ഞാലും നമുക്കൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലതൊന്നും. ഇപ്പോഴും നമ്മൾ തുടക്കക്കാരെ പോലെ തന്നെ നിന്നാണ് ഓരോന്നും ചെയ്യുന്നത്. ഇതിന് പറയാൻ വന്നാൽ അവിടെ പറഞ്ഞു ചിരിക്കത്തേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ കമൻറ്റ് റിപ്ലൈ തരാൻ പോകുന്നില്ല. എനിക്ക് അതിനൊട്ട് നേരവും ഇല്ല. കാര്യം അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന
ഒത്തിരി പേരുണ്ട് എന്നെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരെൻ്റെ തെറ്റ് കണ്ട് എന്നോട് പറഞ്ഞ് എനിക്കൊരു വിഷമവും ഇല്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടിട്ട് എന്നെ പറയുന്നത്, അല്ലാതെ ചുമ്മാ എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലെന്ന് എനിക്കറിയാം. ഇത്രയും പറയണമെന്ന് ഞാൻ വിചാരിച്ചല്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നലെ മുതൽ എനിക്കങ്ങ് വല്ലാതായിപ്പോയി. ആ കമൻറ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എത്രയുള്ള ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാർ അതിലെ കമൻറ്റുകൾ കാണാതിരിക്കുകയുള്ളൂ. അത് കണ്ടേച്ച് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് ഇച്ചിരി വൻപയർ എടുത്ത് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വൻപയർ ഞാൻ ഒന്ന് കഴുകി അടുപ്പിലോട്ട് വെക്കാനായിട്ട് തുടങ്ങുവാണ്. അതുപോലെ തന്നെ എനിക്ക് വയ്യത്തിന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. കാലിന് നല്ല വേദന കുറവുണ്ട്. നിങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എടുക്കാനൊക്കെ, അല്ലാതെ നമുക്ക് വേണ്ടി ഒന്നും ആരുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും. ഞാനിപ്പോൾ അച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് വൻപയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ടത് അത് കുതിർന്ന് നമുക്ക് പിന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുമേ, ഒത്തിരി താമസം വരത്തില്ല. കുക്കറിലോട്ടിട്ട് 2 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഇനി മീൻ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. വെട്ടി മേടിച്ചോണ്ട് വരുമായിരിക്കും, കാര്യം എനിക്ക് വയ്യാത്തതുകൊണ്ട്. എന്നോടൊന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എത്ര നേരമാണ് നമ്മൾ ഉമ്മ ഇരിക്കുന്നത്? കുറേ നേരം ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് എത്ര എണ്ണങ്ങ് മടുക്കും. എനിക്ക് ഭയങ്കര മടിയാണ്. കുറച്ച് നേരമൊക്കെ ഇരിക്കാം, അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നമ്മൾ പോയി ഇരിപ്പായാലും ഇങ്ങനെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മുറ്റത്തോട്ടൊക്കെ നോക്കുമ്പോണ്ടല്ലോ നമുക്ക് വിഷമം വരും. ഭയങ്കര വെയിലൊക്കെ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിലും വീട്ടമ്മമാർക്കൊക്കെ കൂടുതലുള്ള പ്രശ്നം വെയിലൊക്കെ കാണുമ്പോൾ വീട്ടിൽ അടങ്ങിയിരിക്കാനേ തോന്നുന്നില്ല. വെളിയിൽ ഇറങ്ങി ചെയ്യാൻ ഒരുപാട് ജോലി നമുക്ക് ഉണ്ടന്നേരം. അപ്പം ഞാൻ ഈ പയറെല്ലാം ഒന്ന് കഴുകിയെടുത്ത് ഇനി അടുപ്പയിലോട്ട് വെക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കട്ടെ. എന്നിട്ട് രാവിലെ കാപ്പി കുടിച്ച കുറച്ച് പാത്രമുണ്ട് കഴിയട്ടെ, അതുകൊണ്ടൊന്ന് കഴുകി വെച്ചേക്കാം. അവൾ വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ നിരത്തിയിട്ടാൽ അവൾക്കതൊരു ബുദ്ധിമുട്ടാകണ്ട. കൊച്ചല്ലേ എന്നാന്ന് പറഞ്ഞാൽ. പയറെല്ലാം അടുപ്പ് വെച്ച് അതൊക്കെ വെന്ത് കേട്ടോ. വെന്ത് കഴിഞ്ഞ് ഞാൻ കോവയ്ക്ക ചുമ്മാ ഒന്ന് കഴുകിയെടുക്കാൻ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചാണ്. എന്നാലും നല്ല പൊടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉണക്ക സമയമല്ലേ, അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകിയെടുക്കുവാണ്. അന്ന് ഞാൻ പറിച്ചില്ലേ, ഇതുണ്ടോ എൻ്റെ കാല് വയ്യാതായതിൻ്റെ അന്ന് കോവയ്ക്കാൻ മെഴുക്കിട്ട് വെക്കാൻ വേണ്ടി പറിച്ചതാണ്. പക്ഷെ അന്ന് പറിച്ചതേ ഉള്ളൂ, വെക്കൽ നടന്നില്ല. ഇനി ഇപ്പോഴാണ് എടുക്കുന്നത്. ഇനി ഞാൻ അന്നൊരു ദിവസം മെഴുക്കോട്ട് എടുക്കുന്ന കാണിച്ചില്ലായിരുന്നോ? അന്ന് കൂട്ടുമൊക്കെ ചെയ്ത് കേട്ടോ. മെഴുക്കോട്ടി മുഴുവൻ കൂട്ടി ഒട്ടും മിച്ചം വെച്ചില്ല. എന്നിട്ട് എന്നോട് അവസാനം എന്ന് പറയുക അതുപോലെ വെക്കണ്ട, പഴയ പോലെ വെച്ചാൽ മതി. എന്നാൽ പിന്നെ പഴയ പോലെ ഒന്ന് വെച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ കോവയ്ക്കെല്ലാം കഴുകിയെടുത്തു. ഇനി അവിടെ പോയി ഇരിക്കട്ടെ. ഞാൻ ഇവിടുത്തെ പാത്രം എല്ലാം കഴുകി വെച്ച് അടുക്കള ഒന്ന് വൃത്തിയാക്കി, ഒന്നല്ല നല്ലപോലെ വൃത്തിയെല്ലാം ആക്കിയിട്ട് ഇനി പയർ പിന്നെ കുക്കറിനകത്തിരിക്കുക. അതിനകത്ത് നിന്ന് കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇന്നത്തേക്ക് കോവയ്ക്കൊക്കെ അരിഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് ചേട്ടൻ വരും. പതിയെ കുറേശ്ശെ ചേച്ചി വഴക്ക് പറയാൻ നിൽക്കേണ്ട, നമ്മുടെ വീട്ടിൽ ആരുമില്ല ചെയ്തു തരാനായിട്ട്. പിന്നെ ചേട്ടൻ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അറിയാമല്ലോ, നമ്മുടെ കൈ എത്തുന്ന പോലെ ഒരിടത്തും ഒന്നും നടക്കുകയില്ല. പ്രത്യേകിച്ച് പാചകം നമ്മൾ ചെയ്യുന്ന പോലെ ഒരിക്കലും ആകത്തില്ല അവരെത്ര ചെയ്താലും. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഇതായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് ജോലിയൊന്നും ചെയ്യുന്നില്ല, കുറച്ചൊക്കെ. അപ്പം ഞാനിതിലൊന്ന് അരിഞ്ഞെടുത്തോണ്ട് വരട്ടെ. ചേച്ചിയോടല്ല കേട്ടോ, ഗീത ചേച്ചിയോട്. കാര്യം ചേച്ചി എന്ന് എപ്പോഴും പറയുന്നത് ഗീത ചേച്ചിയോട് ഞാൻ ഓരോ മര്യാദയ്ക്ക് എന്നിട്ട് അടി തരും എന്നൊക്കെ പറയുന്നത്. അപ്പം ഗീത ചേച്ചിയോട് പറയുന്നത് ഞാൻ ഫുള്ള് ജോലിയൊന്നും അല്ല കേട്ടോ, ശരിക്കും റെസ്റ്റ് എടുക്കുന്നുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്ന് അതുപോലെ റെസ്റ്റാണ്. പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് അടുക്കള കയറി എന്നതിലൊക്കെ ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ടൊക്കെ വരട്ടെ. എനിക്ക് എന്നാൽ എൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. പച്ചക്കറിയുടെ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഒത്തിരി ഇനി പയറൊക്കെ മേടിച്ചൊക്കെ നടാനായിട്ട് വിത്തിരിക്കുമായിരുന്നു. അതൊന്നും നട്ടില്ല. ഈ ചീര പറിക്കുമ്പോഴത്തേക്ക് അടുത്ത ചീരയുടെ അരി പാകി കുളിപ്പിച്ചെടുക്കണമെന്ന് ഓർത്തു അത് നടന്നത്. അതൊക്കെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല. അതിന് നേരെ വിപരീതമായിട്ടായിരിക്കും നടക്കുന്നത്. പിന്നെ ഒരു സമാധാനമുണ്ട്, ചേട്ടൻ്റെ മുണ്ടെല്ലാം പശ മുക്കി ഇട്ടുകൊണ്ടുണ്ടല്ലോ, ആ ഒരു സമാധാനമുണ്ട്. അതെല്ലാം തേക്കാൻ കൊടുത്തു. തേച്ച മുണ്ടെല്ലാം തിരിച്ചിട്ടിട്ടോ. അപ്പോൾ ഈ വയ്യാതായതിനു ശേഷം എഴുന്നത് പശ മുക്കണമെന്ന് തീരുമാനിച്ചെങ്കിൽ അത് ഓരോ ദിവസം 4 ടൈമിൽ എൻ്റെ കാലിനും കൈക്കൊക്കെ വേദനയായിട്ട് ഞാൻ നീട്ടി കൊണ്ടുപോകായിരുന്നു. പിന്നെ അന്ന് 2 കൽപ്പിച്ചങ്ങ് പശ ഉണ്ടാക്കി മുക്കിയിട്ടതാണ്. അതുകൊണ്ട് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അത് അതിനേക്കാൾ വലുതാണ്. കാര്യം ഇവർക്ക് ആർക്കും അത് പശ മുക്കി ഇടാനായിട്ട് അറിയത്തില്ല. ബാക്കിയൊക്കെ നമുക്ക് ഇപ്പം എന്നെ വെച്ചിരുതാന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാണെങ്കിലും മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷെ അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. കുറേ തുണികൾ ഇനി തയ്ക്കാനുണ്ട്, കുത്തുവിട്ടതുണ്ട്, അതെല്ലാം തയ്ക്കണമെന്നൊക്കെ ഓർത്തിരുന്നു. ഒന്നും നടന്നില്ല. പിന്നെ അരിഞ്ഞുകൊണ്ട് വരട്ടെ.
ചേട്ടൻ മീനൊക്കെ കൊണ്ടുവന്നു. മീന് പീസാക്കിയാണ് കൊണ്ടുവന്നേ. അതുകൊണ്ട് കഴുകി എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ച് കറി വെക്കാനും കുറച്ച് വറക്കാനും കൂടെ ആയിട്ട് എടുക്കാനായിട്ടാണ് കുക്കർ ഇനി എടുത്തതായിട്ട് വെക്കണം. ഇപ്പോൾ ചോറ് ചേട്ടൻ വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ഊറ്റിയതേ. ഊറ്റുന്ന എനിക്കറിയാം, പക്ഷെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അപ്പുറത്തെ അടുക്കള വേണം കൊണ്ടുപോയിട്ട്. അപ്പോൾ എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചേട്ടനും വന്നു കഴിഞ്ഞാലത് ഒന്നും കൂടെ തിളപ്പിച്ച് ചൂറ്റി ഇനി കുക്കർ എടുത്ത് വെക്കണം. പിന്നെ പയർ വെന്തു, അതെല്ലാം വന്ന് ഇനി ഇവിടെ കുറച്ച് വേസ്റ്റൊക്കെ കളയേണ്ടത്. അതിനി അച്ചു വന്നിട്ടാട്ടെന്ന് വിചാരിച്ചേ. പിന്നെ ഇത് കുറച്ച് അരിപ്പൊടി കേട്ടോ, പഴയ പൊടി ഇരുന്ന് അതിനിപ്പോൾ കളയാന്ന് വെച്ചു. പിന്നെ മുട്ടത്തോളം എടുത്ത് വെച്ചേക്ക് വെച്ചാൽ റോസൊക്കെയൊക്കെ ഇടാനായിട്ട്. പിന്നെ മീൻ വറക്കണം, അതിനുള്ളതെല്ലാം പുരട്ടി വെക്കണം. അപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്ത് വെച്ചതാട്ടോ. വെളുത്തുള്ളി പൊളിച്ച് വെച്ചു. അപ്പം കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് ഇനി തുടങ്ങാം. ചീനിച്ചട്ടി നല്ലപോലെ ചൂടായി കേട്ടോ. അതിലേക്ക് എണ്ണ ഒഴിച്ചു. ചുറ്റിക്കണം. ചുറ്റിച്ചില്ലെങ്കിൽ ഞാൻ ഇന്നാളും പറഞ്ഞില്ലേ കോവയ്ക്ക പിടിക്കും അവിടെ ഇവിടെ എണ്ണ മയില്ലെങ്കിൽ. പിന്നെ പിടിച്ചിരുന്ന് പിന്നെ അതങ്ങോട്ട് അങ്ങനെ എന്നെ പിടിച്ചിരിക്കും. ചൂടാൻ തോറും നമ്മുടെ വിഷമില്ലാത്ത കോവയ്ക്ക ഞങ്ങൾ മിരുതുന്ന ആവശ്യമുള്ളതനുസരിച്ച് പറിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി പറിച്ച് പിന്നെ ഫ്രിഡ്ജിലോട്ടും അങ്ങനെ വെക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഞാൻ വീണത് കൊണ്ടാണ് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച്. അല്ലായിരുന്നെങ്കിൽ അത് അന്നേരം തന്നെ എടുത്തായിരുന്നതിനെയാണ് മെഴുക്കോട്ട് വെക്കാനായിട്ട്. പച്ചമുളകും നമ്മുടെ മുറ്റത്ത് തന്നെയാണ്. ഇത് കണ്ടോ, നല്ല ഫ്രഷായിട്ടുള്ള പച്ചമുളകാണ്. അതിപ്പോൾ ചേട്ടൻ പറിക്കുന്ന പച്ചമുളകും ഞാൻ ആവശ്യത്തിനുള്ളതേ പറിക്കത്തുള്ളൂ, അല്ല ചുമ്മാ പറിച്ച് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവെക്കത്തില്ല കേട്ടോ. നമുക്ക് അതേ നിന്ന് പറിക്കുമ്പോൾ അന്നേരം ഫ്രഷ് ആയിട്ടുള്ളത് പറിക്കാമല്ലോ. ജയച്ചേച്ചി കണ്ടില്ലേ, അന്നേരം പോയി മുളകും ഒക്കെ പറിച്ചുകൊണ്ട് വരുന്നത് കണ്ടില്ലേ. അതുപോലെ അതൊരു പ്രത്യേക സന്തോഷം കേട്ടോ. നമ്മൾ കാണുന്നവർക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് ഈ ചെയ്യുന്നത് പറിക്കുമ്പോൾ ഉണ്ടല്ലോ, അത്രയും ചെയ്ത് എല്ലാം എടുത്തു, അത് നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണത്. ഇതിലേക്ക് തന്നെ പച്ചമുളകും ഇത് മാത്രമായിട്ട് ഞാൻ മെഴുക്കോട്ട് വെക്കത്തുള്ളേ. പിന്നെ അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കും. ഉപ്പും കൂടെ ചേർത്താൽ മെഴുക്കോട്ടി ഇവിടെ കിടന്ന് വേകട്ടെ. ഇന്നത്തേക്ക് നമുക്ക് മീനൊക്കെ കഴുകിയെടുത്ത് വറക്കാനും കറി വെക്കാനും ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കണം. അങ്ങനെയെല്ലാം അതെല്ലാം ഒന്ന് എടുക്കട്ടെ. കണ്ണൻ ഇന്ന് നേരത്തെ വന്നു കേട്ടോ. കഴിച്ചിട്ടാണോ നീ വന്നേ? അതിന് നേരത്തെ പോന്നു. ഇനിയിപ്പോൾ പോണ്ടേ? അച്ചുപോയിനി ആണോ? ആണോ? അവരുടെ NSSൻ്റെ ആണെന്നല്ലേ. നമുക്കറിയാം കേട്ടോ. ചോറ് തരാവേ. സ്നേഹപ്പെടല്ലോ ഉമ്മ കള്ള ഉമ്മയാ. കണ്ണൻ 12:45 ആയപ്പോഴത്തേക്ക് വന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ അവർ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. ഇനി നമ്മുടെ മീൻ കറി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അതിനകത്തോട്ട് നമ്മുടെ ഇടിയോരലിനകത്തോട്ട് ഇട്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാൻ. ഇത് ചതച്ചെടുത്തു. നമ്മുടെ സാധാരണ മീൻകറി തന്നെ വെക്കുന്നത്. കടുക്, എണ്ണ ചൂടായി കഴിഞ്ഞാണ് കടുക്. പിന്നെ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ കോവയ്ക്ക അവിടെ നിന്ന് വരുന്നതിൻ്റെ കേട്ടോ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ ഉലുവ, 2-3 ഉലുവ പൊടിയായിരുന്നു ചേർത്തുകൊണ്ടിരുന്നത്. പൊടിച്ചതെല്ലാം തീർന്നു. ഇനിയിപ്പോൾ പിന്നെ ഉലുവായിട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കടുക് ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത് ചേർക്കണം. ഇന്നത്തേക്ക് നമ്മുടെ കോവയ്ക്ക ഒന്നും കൂടെ ഒന്ന് ഇളക്കട്ടെ. നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു.
കടുകും ഉലുവയെല്ലാം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിനകത്ത് ഇറങ്ങൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാ മുളക് പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ. പിരിയം മുളക് പൊടി ഉള്ള സമയത്ത് ഞാനത് ഉപയോഗിക്കും. അത് കുറച്ച് ചേർക്കും ഇതിനകത്ത്. അത് ഫുള്ളായിട്ട് ഉപയോഗിക്കത്തില്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിരിയം മുളക് പൊടി മാത്രം ഇട്ട് കറി വെക്കുന്നത്. പിരിയം മുളക് പൊടി ചേർക്കുമ്പോൾ ഭയങ്കര കൊഴുപ്പല്ലേ കറിക്ക്, അതാണ് ഇഷ്ടമല്ലാത്തത്. ഞാൻ ഒത്തിരി കറി വെക്കുന്നില്ല, കുറച്ചേ വെക്കുന്നുള്ളൂ. ഇത് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഈ മുളകും മല്ലിയെല്ലാം കൂടെ ഇതിലേക്കൊരു ശകലം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ, പക്ഷേ ഇവിടെ പച്ചമുളകൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര എരിവായിരിക്കും. ഞങ്ങളുടെയൊക്കെ അങ്ങോട്ടൊക്കെ വെക്കുന്നത് പച്ചമുളക് കൊച്ചുള്ളി എല്ലാം ചേർത്താണ് മീൻകറി വെക്കുന്നത്. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ എല്ലാവരും അങ്ങനെ, പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ വെക്കുന്നതാണ്. അമ്മ ഇഞ്ചി ചേർക്കത്തില്ല, വെളുത്തുള്ളി മാത്രമേ ചേർക്കത്തുള്ളൂ. ഞാൻ പിന്നെ ശകലം ഇഞ്ചിയും കൂടെ ചേർക്കും. ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഒന്നിൻ്റെ മീൻകറി പോലും വെക്കുകയില്ല. എല്ലാം ഉണ്ടെങ്കിൽ മീൻകറിക്ക്, അത് ശരിയാട്ടോ, എല്ലാം ഉണ്ടെങ്കിലേ കറിക്കൊരു ടേസ്റ്റ് ഉള്ളൂ. ഈ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എണ്ണയിലിട്ട് വഴറ്റിയാണ് എടുക്കുന്നത്. പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാനിവിടെ കുറച്ചൊന്ന് ഒതുക്കട്ടെ, എടുത്ത് ടിന്നെല്ലാം മാറ്റി വെക്കട്ടെ. ഇതിലേക്ക് ഇനി പുളിയും കൂടെ, നല്ല ഭയങ്കര പുളിയുള്ള പുളിയാട്ടോ, നല്ല പുളിയാണ്. തീരാറായിട്ട് ഒത്തിരി നല്ലതായിരുന്നു, മേടിച്ചിട്ട് ഒരു കഷ്ണം ഇട്ടാൽ മതി മീൻകറിക്കകത്തോട്ട്. ഇനി തിളച്ച് കഴിയുമ്പോൾ മീനതിലേക്ക് ഇടും. അരപ്പെല്ലാം നല്ലപോലെ തിളച്ചു. ഇനി ഇതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇന്നാളൊരു ദിവസം മംഗലത്തിൻ്റെ അടപ്പ് പൊട്ടിപ്പോയായിരുന്നേ. അന്നേരം അത് കഴിഞ്ഞ് മേടിച്ച അടപ്പായിരുന്നു ഇത്. പക്ഷേ ഈ അടപ്പുണ്ടല്ലോ അതിന് ചെറുതായിരുന്നു. ഇന്ന് ചേട്ടൻ അതിൻ്റെ വലിയ അടപ്പ് കൊണ്ടുവന്നു. പക്ഷേ രണ്ടും രണ്ട് കളർ പോലെ ഇരിക്കുന്നല്ലേ. കറുത്ത അടപ്പായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലായിരുന്നു. പിന്നെ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, ഈ അടപ്പ് എനിക്ക് അടുക്കളയിലേക്ക് കറിയൊക്കെ വെക്കുമ്പോൾ കറിച്ചട്ടി മൂടാൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കാം. നമ്മുടെ മീൻകറി റെഡിയായി കേട്ടോ, അത് സെറ്റായി. ഇനി ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. അതിനി ഇങ്ങോട്ട് മാറ്റി വെച്ചോളൂ. മീൻ വറക്കാനായിട്ട് വൻപയർ തോരൻ വെക്കാനായിട്ടാണ്.
അതിന് എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞേച്ച് കടുകിട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ഉള്ളി ഇടും. ഒരു ഉണക്കമുളകും കൂടെ അതിലേക്ക് മുറിച്ചിടും. ഉള്ളിയും കടുകും എല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, പിന്നെ മഞ്ഞൾ, തേങ്ങ ഇത്രയും മാത്രം ഇട്ട് ചതച്ചെടുത്താണ്. ഇവിടെ ഈ വൻപയർ തോരൻ എല്ലാവർക്കും ഇഷ്ടം, ഇവർക്കെല്ലാം ഇഷ്ടമാണ്. അച്ചുവിന് ഇങ്ങനെ തേങ്ങ ഇട്ട് വെക്കുന്നതിനേക്കാൾ ഇഷ്ടം കുരുമുളകും വെളുത്തുള്ളിയും ഉണക്കമുളകും ഒക്കെ ചതച്ച്, ചുവന്നുള്ളി എല്ലാം കൂടെ ചതച്ച് എണ്ണയിൽ വറുത്തേച്ച്, കുരുമുളക് ഒരുപാട് ഇടും അന്നേരം. അങ്ങനെ എടുക്കുന്നതാണ് അച്ചുവിന് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഇളയ ആങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് വൻപയർ തോരനും മോരുകറി, മീൻ വറുത്തതും. ഈ വൻപയർ ഇങ്ങനെ തോരൻ വെക്കുന്നതും അതിൻ്റെ കൂടെ മോരുകറി, മീൻ വറുത്തതും കൂടെ വേണം. അതെ, ഇനി ഇതൊന്ന് വെച്ചതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റാവേ. മീനും കൂടെ വറുത്ത് കഴിഞ്ഞ് ചോറിന് അത് ഞാൻ പയർ എങ്ങനെ വെക്കുന്നതിനാന്ന് വെച്ചാൽ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ പച്ചക്കല്ലേ ഇതിനകത്തോട്ട് ഇടുന്നത്. ഒന്ന് ആവി കയറിയാൽ അതൊക്കെ ഒന്ന് വാടിക്കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരുമാതിരി അതിനകത്ത് പയറൊക്കെ കൂട്ടുമ്പം ഇങ്ങനെ പച്ചയായിട്ട് അതിനകത്ത് ഇറങ്ങി ഇങ്ങനെ കടിക്കും. അത് ഇഷ്ടപ്പെടുകയില്ല, ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല. മീനും വറുത്ത് കഴിഞ്ഞു. ഞാൻ ഒത്തിരി എണ്ണ ഒഴിച്ച് വറക്കുന്നതെന്ന് ആരും പറയല്ലേ. ഇവിടെ നല്ലപോലെ മീൻ മൂക്കണം. ഒരു സൈഡ് പോലെ ഒരു ഇച്ചിരി ഇതായിട്ട് ഇരുന്നാൽ പറയും എണ്ണ ഒഴിച്ചില്ലേ എന്ന് ചോദിക്കും. എണ്ണ ഒഴിക്കാതാണോ വറുത്തതെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് കേട്ടോ, നല്ലപോലെ മീൻ നല്ലപോലെ സൈഡെല്ലാം നല്ല ഇതാകണം. അല്ലാതെ ഒരെണ്ണം പോലും ഇതായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ മീൻ വറുത്തു, നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയായി, പിന്നെ നമ്മുടെ പയറ് തോരന് റെഡിയായി. പയറ് തോരന് റെഡിയായി. ഞാൻ നിരങ്ങി വന്നതാട്ടോ ഇവിടം വരെ, അതാണ് അത്രയും സമയം എടുത്തത്. പിന്നെ നമ്മുടെ മീൻ കറി അത് റെഡി. ഇനി ഞാൻ എല്ലാവർക്കും ചോറ് കൊടുക്കട്ടെ. എല്ലാവരും തന്നെ, കണ്ണനും ചേട്ടനും ഞാനും. പിന്നെ ഞാൻ 4 മണിക്കത്തെ വീഡിയോസൊക്കെയാണ് എടുത്തത്. അപ്പം 4 മണിക്കത്ത് ഞങ്ങൾ ദിൽക്കുഷായിരുന്നു മേടിച്ച്. അപ്പോൾ അതുമെല്ലാം കഴിച്ച് 4 മണിക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പം മറക്കല്ല്, ഞാൻ പറഞ്ഞു ഒന്നും കേട്ടോ, സപ്പോർട്ട് ചെയ്തേക്കണേ.